ലീഷൂരി വിട്, ലീഷൂരി വിട്. അപ്പോൾ എല്ലാവർക്കും മോണോമാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മാക്സിൻ്റെ ഇതുവരെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ കണ്ടു. നമ്മൾ ഒബീഡിയൻസ് കണ്ടു, ഓഫ് ലീഷ് ട്രെയിനിങ് കണ്ടു. നമ്മൾ 10 ദിവസത്തെ പ്രോഗ്രാമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് ആണ്. പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷനുകൾ, എങ്ങനെയാണ് ഡോഗിൻ്റെ റീകോളിങ് റെഡിയാക്കി വെക്കേണ്ടത്, പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങിൽ ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുത്തിട്ടുള്ള ഒരു ലോങ് ലീഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടഗ് ഉണ്ട്. നമുക്കറിയില്ല, ഇവൻ ഫസ്റ്റ് ടൈമാണ് ടഗ്ഗിലൊക്കെ ബൈറ്റ് ചെയ്യണത്. അപ്പോൾ ചെറിയ ടഗ്, ചെറിയ സ്ലീവൊക്കെയാണ് കൊടുക്കുക. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് വലിയ സ്ലീവ് തന്നെയാണ്, വലിയ ഡോഗ്സിനുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു 8 മാസം ആയില്ല ഇവൻ. അപ്പോൾ നമുക്കത് അതുമ്പയ്ക്ക് ഇവൻ്റെ ബൈറ്റിങ് മാറ്റാം എന്നുള്ള ഒരു ഇതുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസം. അതിനനുസരിച്ചിട്ട് തന്നെ അത് ആവും എന്നാണ് നമ്മുടെ ഇത്. നമുക്ക് നോക്കാം ഒരുമിച്ച്. ഇപ്പോൾ ടഗ് ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവർക്ക് കുഴപ്പമില്ലാണ്ട് കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ ബ്രൗണീനെ അടക്കം കൊണ്ടുവന്നുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ ഒരാളും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല സ്മാർട്ടായിട്ട് എനിമൽസ് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ നല്ല രീതിയിൽ ടഗ്ഗിൽ നമുക്ക് നല്ല ഗ്രിപ്പാണ് വേണ്ടത്. ബൈറ്റിങ്ങിന് നല്ല ഗ്രിപ്പാണ് വേണ്ടത്. സ്ട്രോങ് ആണ്. വിട്ടിട്ടുള്ള ബൈറ്റ് പാടില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബൈറ്റ് വേണം. ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമല്ല, ഫ്രണ്ട് മാത്രമല്ല, ഉള്ളു വരെ, ജോ വരെ നല്ല രീതിയിൽ ഡോഗ് ബൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടഗ്ഗിന് ശേഷം ഫസ്റ്റ് തന്നെ സ്ലീവ് ഒന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്ലീവിൻ്റെ പൊസിഷനൊക്കെ നോക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ലീവ് നാശാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തു, ഡോഗിൻ്റെ ബൈറ്റൊക്കെ റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവൻ നല്ല രീതിയിൽ ബൈറ്റ് ചെയ്യണില്ല. നല്ല രീതിയിൽ ബ്രൗണിയാണ് ബൈറ്റ് ചെയ്യണത്. അത് ആ ഏജിൻ്റെയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇവന് ബൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ വിട്ട് കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഇതാണ് നമ്മൾ മാറ്റേണ്ടത്. പിന്നെ പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയൊക്കെ ഡോഗിനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ ബോഡി ബെൽറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ലോങ് ലീഷ് ഉപയോഗിക്കും, ടഗ്, ബൈറ്റ് സ്ലീവ്, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇവൻ്റെ പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയ ബൈറ്റ് സ്ലീവും ഒക്കെ ആൾക്കാർക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ സ്ലീവ് ഇങ്ങനെ കാട്ടി പ്രവോക്ക് ചെയ്യണം അവനെ. ഇതൊക്കെ പുതിയ ആൾക്കാരാട്ടാ. ഈ നമ്മൾ ഇതിനെ പ്രവോക്ക് ചെയ്ത് ഈ ബൈറ്റ് സ്യൂട്ട് ഇട്ട് നിൽക്കുന്ന ആളെ നമ്മൾ പറയുന്നതാണ് ഡീകോയ് എന്നാണ് പറയുക. അത് പ്രൊഫഷണലായിട്ട് ട്രെയിനിങ് പഠിക്കുന്ന പോലെ തന്നെ ഡീകോയ് പഠിക്കണം. എന്നാലാണ് അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഇവിടെ ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരൊന്നുമില്ല. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് ട്രെയിൻ ചെയ്യായ കാരണം നമ്മുടെ ഒപ്പം അതിനുള്ള സൗകര്യങ്ങളില്ല. അപ്പം നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർ തന്നെ വെച്ചിട്ടത് പഠിപ്പിച്ചെടുക്കുകയാണ്. അപ്പം നല്ല ഡ്രൈവായി കൊണ്ടിരിക്കുന്നുണ്ട് ഡോഗിന്. നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുന്ന ആൾ. അപ്പുറത്തേക്കുന്ന ആൾ അതൊരു പ്രവോക്ക് ചെയ്യുന്ന പോലെ കാണിക്കുക നല്ല രീതിയിൽ. ആ ഡോഗ് അങ്ങനെ ബൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയന്ന് ഒരു സൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അതായത് ഒരു ഡോഗ് ബൈറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു ഔട്ട്സൈഡർ അപ്രോച്ച് ചെയ്യുക, അവർ എന്തായാലും ഡോഗിനെ മുന്നോട്ട് വന്നിട്ട് പേടിപ്പിക്കാനൊന്നും പോകണില്ല. അവർ പിന്നോട്ടാണ് പോവുക, സൗണ്ടാണ് ഉണ്ടാക്കുക. ആ വക സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഹാൻഡലർ നല്ല രീതിയിൽ ഇവിടെ നിന്നിട്ട് ഹാൻഡിൽ ചെയ്യുക, കോൺഫിഡൻസ് നല്ല പോലെ കൊടുക്കുക, അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, ബോഡിയിലൊക്കെ ടച്ച് ചെയ്യുക. അപ്പോൾ എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ ഡോഗിന് അതുമ്പോഴേക്കുള്ള ഡ്രൈവ് നല്ല പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലീഷ് ഇട്ടിട്ട് ട്രെയിൻ ചെയ്യുന്നത്. ഇവനെ നമ്മൾ ഒബീഡിയൻസ്, ഓഫ് ലീഷ്, റീകോള് ഇതൊന്നും പെർഫെക്റ്റ് ആക്കുന്ന സമയത്തൊന്നും ലീഷ് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഒന്നും കൂടിയും ഡോഗിനെ ഇത് ബൈറ്റ് ചെയ്യാൻ കൊടുക്കണ 2 വട്ടമൊക്കെ മിസ് ചെയ്തിട്ട് 3ാമത്തെ വട്ടത്തെ ബൈറ്റൊക്കെ നല്ല സ്ട്രോങ് ആവും. ആ സമയത്ത് ആ ഗ്രിപ്പിൽ തന്നെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവർക്കത് റിവാർഡ് ചെയ്യുക. കണ്ട, ഇപ്പോൾ നല്ല ഗ്രിപ്പായി കിട്ടിയിട്ടുണ്ട്. ഒരേ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ഞാൻ പതുക്കെ കയ്യിലോട്ട് അത് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ഡോഗ് വീണ്ടും അത് വിട്ട് കടിക്കുകയാണ്. അപ്പോൾ ഞാൻ പരമാവധി ഒന്ന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷേ ഡോഗിൻ്റെ ശ്രദ്ധ മാറുന്നുണ്ട്. ലീഷ് വന്നു, വേറെ ആൾ വന്നപ്പോൾ
അപ്പം ഞാൻ ഒന്ന് ഡീക്കോയായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാണ്. ഓ നല്ല ഇതിൽ അവനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർക്കത് കൊടുക്കണം. ഈ ഗെയിമിൽ ഇവൻ വിൻ ചെയ്തു എന്നാലാണ് അടുത്ത വട്ടത്തേക്ക് അവർ നല്ല പ്രഷറിൽ വരുള്ളൂ. ഇപ്പം നമുക്ക് തന്നെ കണ്ടറിയാം. ഇപ്പോൾ ഇത്ര സമയം കൊണ്ട് തന്നെ എത്രയ്ക്ക് നല്ല രീതിയിൽ ഡോഗ് കോൺഫിഡൻസ് ബിൽഡായി ബൈറ്റ് സ്ലീവുമ്മ കടിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമായിട്ട് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രൊട്ടക്ഷൻ ട്രെയിനിങ് മെയിനായിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരാളെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ് ആ ബൈറ്റ് വിട്ടിട്ട് നമ്മുടെ അടുത്തോട്ട് വരണം. റീകോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരണം. അതായത് അയാളെ വീണ്ടും ഉപദ്രവിച്ചു കൊണ്ടേ ഇരിക്കാൻ പാടില്ല. നമ്മുടെ കൺട്രോളിൽ പിടിക്കാൻ പോയോ ഓണർ ഇടക്കം കടിച്ചു അങ്ങനെയൊക്കെയുള്ള ഹിസ്റ്ററികളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള പല ഇൻസിഡൻറ്റുകളും കേസുകളും വരാറുണ്ട്. കാരണം അവർ ആ ട്രിഗറിലായിരിക്കും അനിമൽസ്. എത്രയൊക്കെ നമ്മുടെ പെറ്റാണെന്നൊക്കെ പറഞ്ഞാലും ചില ഡോഗുകൾ കണ്ടിട്ടില്ലേ ഫുഡ് അഗ്രഷൻ. ഇവരുടെ കേസിൽ തന്നെ നമ്മളത് നല്ല രീതിയിൽ നോക്കിയതാണ്. ഫുഡ് അഗ്രഷൻ നല്ല പെറ്റ് ചെയ്യാനും എല്ലാത്തിനും നല്ല ഇഷ്ടമുള്ള ഡോഗാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താ? ഫുഡ് അഗ്രഷൻ. അത് ആ ട്രിഗറിൽ നിൽക്കുന്ന സമയത്ത് ആ എനിമൽ അതിൻ്റേതായിട്ടുള്ള സ്വഭാവം പുറത്തോട്ട് എടുക്കുന്നതാണ് പറയുന്നത്. ആ സമയത്ത് കൂടി നമ്മുടെ കൺട്രോളിൽ ഇരിക്കുമ്പോഴാണ് അതൊരു ട്രെയിൻഡ് ഡോഗ് ആവുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഒരു പോർഷനിലിട്ടുണ്ടായിരുന്നു റീകോൾ ചെയ്യുമ്പോൾ ആ ഡോഗ് പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഡോഗ് ട്രെയിനിങ് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള ആൾക്കാരൊക്കെ. അപ്പം നമുക്ക് ആ കാര്യങ്ങളും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എങ്ങനെയാണ് റീകോൾ നമുക്ക് ഓഫ് ലീഷിൽ തന്നെ ചെയ്തെടുക്കണമെന്നൊക്കെ കാണാം. അപ്പോൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഡീകോയ്സൊക്കെ നമുക്ക് എത്ര ഇൻട്രസ്റ്റഡ് ആണ് ആ കാര്യത്തിൽ അതിനനുസരിച്ച് അവരൊക്കെ ഇതൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് കാട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നല്ല ഫോമായി കൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഡീകോയിനെയും ഫോമാക്കാം, ഡോഗിനെയും ഫോമാക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ടോയ് ആ ടോയിമേ ഇവൻ്റെ ഡ്രൈവ് ഒന്നും കൂടി ബിൽഡ് ചെയ്യാണ്. അതിപ്പോൾ അവൻ വിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇത്ര ബൈറ്റൊക്കെ ചെയ്ത് അവൻ വിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതൊന്ന് എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ ബിഹേവിയറിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ട ഇതെന്തിനാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചാൽ അതുമ്മയ്ക്കൊരു നല്ല ഡ്രൈവ് ഉണ്ടാവാനും നല്ല കറേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഡോഗിന്. ഇനി പല പല സൗണ്ടുകളൊക്കെ കാട്ടിയിട്ടൊക്കെ ഡോഗിനെ പേടിപ്പിക്കാം. ചില പടക്കം പൊട്ടുന്ന ഗൺ ഷോട്ട് അതൊക്കെ നമുക്ക് ഡോഗിനെ ഇതാക്കി വെക്കണം. ഈ റിയലൈസായി ഉണ്ടാവണം അവർക്ക്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സൗണ്ടുകൾ പല പല സാഹചര്യങ്ങളിലായിരിക്കും ഔട്ട് സൈഡിലൊക്കെ അവർ പേടിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. വണ്ടിയിലൊക്കെ ആണെങ്കിലും ആ സമയത്ത് നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയിട്ട് ഡോഗ് നിൽക്കണം. അപ്പോൾ കുറച്ച് നേരം നമ്മളതൊന്ന് എടുക്കുന്ന പോലെ കാട്ടി അപ്പോൾ അവൻ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് അത് തരില്ല എന്നുള്ള രീതിയിലുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള ബൈറ്റിങ്ങും നല്ല രീതിയിൽ ഡോഗ് ചെയ്തു. അന്ന് രാത്രി ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. അമൃത്സർ ബോർഡറാണ് ഞങ്ങൾ പാകിസ്ഥാൻ്റെ. അപ്പോൾ നല്ല ഒരു കമ്പൈനായിട്ടാണ് നമ്മൾ ഈ ഒരു 10 ഡേയ്സിൻ്റെ പ്രോഗ്രാമിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുൾ ടൈം നമ്മുടെ ഒപ്പം തന്നെ നടക്കും. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഒപ്പം, ഔട്ട് സൈഡ് പോകുമ്പോൾ നമ്മുടെ ഒപ്പം, എവരിവെയർ നമ്മുടെ ഒപ്പമാണ് ഡോഗ്. കാരണം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം ഷോർട്ട് ടൈം പീരീഡിലാണല്ലോ. അപ്പോൾ നമ്മൾ ഫുൾ ടൈം നമ്മുടെ ഒപ്പം തന്നെ ഡോഗ് ഉണ്ടെങ്കിലാണ് നല്ലൊരു അവയർനെസ്സും ഈ ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ടും കൂടിയും പോയപ്പോൾ നമ്മൾ പേടിച്ചു. പക്ഷേ കുഴപ്പമില്ല, മാക്സ് ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ മോർണിംഗ് ഒന്നും കൂടി ആ ട്രെയിനിങ് ഒന്ന് പോളിഷ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡീകോയായിട്ട് വന്നിട്ടുള്ളത് അമലാണ്. അപ്പോൾ അവനും പുതിയ പയ്യന്മാരാണ് കേട്ടോ. അവർക്കൊന്നും ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. ഡോഗ് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് പോലും അധികമുള്ള അവയർനെസ് ഉള്ള പയ്യന്മാരല്ല. എന്നിരുന്നാലും പുതിയ ആൾക്കാർക്ക്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ട്രെയിനിങ് ഈ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് ചെയ്യാം എന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഗുഡായിരിക്കും. കാരണം എത്ര ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് ഡോഗിന്, എത്ര ദിവസത്തിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്, പുതിയ ആൾക്കാരാണ്. അപ്പോൾ നമുക്കും ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കും കൂടി ഉണ്ടാവണം. ഇപ്പം ഞാൻ ഈ ഒരു വോയിസിൽ കൂടെ ഗൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിനേറ്റവും ഡിഫറൻസ് ആയിട്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾ അതുപോലെ തന്നെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഒന്ന് പേടിച്ച മാതിരി അപ്രോച്ച് ചെയ്യണം. അപ്പോൾ അമൽ ആ എക്സ്പീരിയൻസ് കുറവായ രീതി കൊണ്ടാണ് ആ ഒരു അപ്രോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോ അത് പേടിപ്പിക്കുമ്പോൾ പിന്നെ പോകണം. അത് പേടിക്കുന്നുണ്ടെന്ന് തോന്നണം. അത് പേടിപ്പിക്കുമ്പോൾ പിന്നെ പോകണം. പേടിക്കുന്നുണ്ടെന്ന് തോന്നണം. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണത് ഇവിടെ, മനസ്സിലായോ? പിന്നെ ഒരാളെയും കൂടെ അടുപ്പിക്കില്ലേ.
അപ്പോൾ പേടിക്കുന്നുണ്ട്. അതിനനുസരിച്ച് വീണ്ടും അപ്പോൾ വീണ്ടും ഇന്ന് നമ്മൾ ബ്രൗണീനെയും കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രൗണിയും കൂടി അവിടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടാളും ഒരു ടീം പോലെയാണ്. അപ്പോൾ നല്ല ഒരു ഫോക്കസ് അതുമൊക്കെ ഉണ്ടാവും. അത് എടുക്കണം എന്നുള്ള ഒരു നല്ല ഒരു ഉന്മേഷം അവനുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബ്രൗണീനെ നല്ല രീതിയിൽ അവിടെ ഒബീഡിയൻസ് ആക്കിയിട്ട് വെക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് അവനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഒരു വട്ടം ഞാനൊന്ന് അപ്രോച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവൻ പേടിക്കുന്നതിനനുസരിച്ച് നമ്മൾ പിന്നോട്ട് വന്നുകൊണ്ടേയിരിക്കണം. പേടിക്കുന്നുണ്ടെന്നുള്ള പോലെ ഡോഗ് ഭയങ്കര ടെമ്പറായിട്ട് ലീഷുമുളൊക്കെ കടിക്കുന്നുണ്ട്. അപ്പോൾ ആ ബിഹേവിയറുകളൊക്കെ അപ്പോൾ തന്നെ കറക്ഷൻ ചെയ്ത് നമ്മൾ നിർത്തണം. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണ ഹാൻഡ്ലർ നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. ആ ഒരു ലീഷ് കൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് ബോഡിയിലൊക്കെ ടച്ച് ചെയ്യാൻ പറ്റി നന്നായി. അപ്പോൾ ഡോഗിന് ഇങ്ങനെയുള്ള ബൈറ്റ് അങ്ങനെയുള്ള പ്രോബ്ലംസെല്ലാം ഉണ്ടാകുമ്പോൾ ഡോഗിൻ്റെ ബോഡിയിൽ തൊടുന്ന സമയത്ത് ഡോഗ് ഡിസ്ട്രാക്റ്റ് ആവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഡോഗ് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ ആ ബൈറ്റിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കും. ആ ബൈറ്റിൽ മേലെ എന്ത് വെള്ളം വന്നു ചോദിച്ചാൽ ഇപ്പോൾ ബോംബ് പൊട്ടിയാൽ ആ ഒരു ബൈറ്റ് വിടില്ലേ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പല പല എൻവയറമെൻറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിലത്തെ മോർണിംഗിലുള്ള നമ്മുടെ പ്രാക്ടീസാണ്. ഡോഗാവുമ്പോൾ ഡൗൺ ആയാലും കുഴപ്പമില്ല എനിക്ക്. यस गुड गुड बॉय बोलो, अप्रिशिएट करो. यस छोड़ दो. यस बोल. कॉन्फिडेंस कॉन्फिडेंस बोलते कर रहा. गुड मैक्स बॉडी में टच चाहिए रहा. ഡോഗിൻ്റെ ഈ തല ഇങ്ങനെ ചെരിക്കണുണ്ട്. അങ്ങനെ ചെരിക്കാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഡോഗ് നിൽക്കണം. അത് നല്ല രീതിയിൽ അവൻ പഠിക്കാത്തതിൻ്റെയാണ്. അപ്പോൾ ഈ വട്ടം അന്ന് ഈവനിങ് ആണ്. ഈ ഈവനിങ്ങിലത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിൽ നമ്മൾ അവനെ ഓഫ് ലീഷിലടക്കം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരിതുണ്ട്. ഈ ട്രെയിനിങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതലുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ബൈ ട്രെയിനിങ് എല്ലാവർക്കും പഠിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ആ ഡോഗിനെ റീകോൾ ചെയ്ത് കൺട്രോൾ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രെയിനിങ് അവസാനിപ്പിക്കണം എന്നുള്ള കാരണം കൊണ്ട് നമ്മളിപ്പോൾ തന്നെ അതുമ്പോൾ ഡ്രൈവും ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഡോഗിനെ കൺട്രോൾ ചെയ്യാനും നോക്കുന്നുണ്ട്. ഇപ്പോൾ ലോങ് ബൈറ്റുകളാണ് കേട്ടോ ഡോഗിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു പ്രോഗ്രാം അല്ല കേട്ടോ ഞാൻ പറയണു. പുതിയതായിട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിന് ഒന്നും നല്ലതല്ല. ഈ സമയത്ത് ഡോഗിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീമോട്ടിവേഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമൊക്കെയുള്ള ബൈറ്റ് ഫോക്കസ് പോവും. അതിനോടുള്ള ഇൻട്രസ്റ്റ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇവൻ്റെ ഐ കോണ്ടാക്റ്റൊക്കെ എടുത്ത് പ്രൊഫഷണൽ മൂവിങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളവനെ ആ ഒരു ഇതിലോട്ട് എടുക്കുന്നത്. കാരണം കുറച്ചങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് കൂടി കഴിഞ്ഞാൽ പിന്നീട് അത് വിട്ടിട്ട് ഡോഗ് വരില്ല. അതാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാവരും അനുകരിക്കാൻ ഞാൻ പറയുന്നില്ല. ഷോർട്ട് ടൈം പീരീഡിൽ നിങ്ങളൊരു മാസം എടുത്തിട്ടൊക്കെ ചെയ്താലും മതി, 2 മാസം എടുത്തിട്ട് ചെയ്താലും മതി, നോ പ്രോബ്ലം. അപ്പോൾ ഇപ്പം തന്നെ അറിയാം, നമുക്കിപ്പോൾ 2ാമത്തെ ദിവസമായപ്പോഴേക്കും ഈവനിങ് ആയപ്പോഴേക്കും ഡോഗ് നല്ല ഒരു കോൺഫിഡൻസിലോട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളവനെ ലീഷ് ഇടിയിച്ചിട്ട് ഇതുപോലെ ഒന്ന് ദൂരോട്ട് കൊണ്ടുപോകണം. അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ അമലിന് കാട്ടി കൊടുക്കുകയാണ്. നല്ലൊരു ഇമോഷൻ, നല്ലൊരു ഇതിൽ ഇവ ഒരു തണുത്ത മട്ടിലാണ് നിൽക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇതിൽ പറ്റില്ല. നല്ല ഹൈ എനർജി ഉണ്ടാവണം. എപ്പോഴും ഇങ്ങനെ നല്ല പ്രസരിപ്പോട് നിൽക്കണം. എന്നാലാണ് ഡോഗ് ആ ഒരു ഹൈ എനർജിയിലേക്ക് വരല്ലോ. നമ്മളെങ്ങനെയാണോ ഹാൻഡലർ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഡോഗിൻ്റെ ഇമോഷനുകളും ഡോഗിൻ്റെ പെർഫോമൻസും ഉണ്ടാവുക. അപ്പോൾ ഈ വട്ടം ഒരു വട്ടം മിസ്സാക്കി. ഇപ്പോൾ ബൈറ്റ് നല്ല കറക്റ്റല്ല, കറക്റ്റ് പൊസിഷനിലല്ലെങ്കിൽ വീണ്ടും മിസ്സാക്കും. ഇപ്പോൾ ഒരു വട്ടം മിസ്സാക്കി 2ാം വട്ടം കൊടുത്തപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ടുണ്ട് ഡോഗിൻ്റെ ബൈറ്റിങ്. നമുക്ക് ശ്രദ്ധിക്കാം. വീഡിയോ അത്യാവശ്യം ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് ക്ഷമിക്കണം.
അടുത്ത വട്ടം നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസുകൾ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ട്രെയിനിങ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഷോർട്ട് വീഡിയോസുകൾ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തതാണ്. പിന്നെ കണ്ടിന്യൂസ്ലായിട്ട് ഇവൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കാട്ടിക്കൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് വിത്ത് ഒബീഡിയൻസ്, ഓഫ് ലീഷ്, അതെല്ലാം എത്ര ടൈം പീരീഡ് എടുക്കുന്നുണ്ടെന്നാണ് നോക്കാം. അപ്പം നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് 15 ഡേയ്സിൻ്റെ ഉള്ളിൽ, അതായത് 15 ദിവസത്തിൽ ഇത് അവസാനിപ്പിക്കുന്നതാണ് നമുക്ക്. ഡോഗ് ഓഫ് ലീഷിലാണെങ്കിലും നല്ല കൺട്രോളിൽ നമ്മുടെ ഒപ്പം നിൽക്കണ്ട, ആ കൺട്രോളിൽ എത്ര ഇതിലുണ്ടെന്നൊക്കെ നോക്കണതാട്ടത്. അത് ഞാൻ അനുകരിക്കാൻ പറയില്ല. നിങ്ങൾ ലീഷിട്ടിലിട്ട് തന്നെ എൻ്റെ ടെമ്പർ കൂട്ടിക്കൊണ്ടേ ഇരിക്കുക, ബൈറ്റിംഗ് ഡ്രൈവ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോഴൊക്കെ നല്ല രീതിയിൽ ബൈറ്റിംഗ് ആയി തുടങ്ങിയിട്ട് ഇപ്പോൾ ഇങ്ങനെ വിട്ട് കടിക്കണുണ്ട. അതിപ്പോൾ നമ്മളത് ഇവനെ അനുവദിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ജോ നല്ല രീതിയിൽ തള്ളിയിട്ടാണ് ഡോഗ് കടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് അവനെ കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കും, ഉയർത്തിയൊക്കെ നോക്കും. ഇങ്ങനെ കണ്ട ഇത് 3rd ഡേ ആണ്. തേർഡ് ഡേ നമ്മൾ മോർണിംഗിൽ ഇവനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടില്ലേ, കാരണം ഇവനെ സ്മെല്ല് വർക്കുകളൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണമെന്നുണ്ട്, ട്രാക്കിങ്. അപ്പോൾ സെൻറ്റ് വർക്കാണ് മോർണിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത്. ഇവൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെൻറ്റ് വർക്കായിട്ടാണ് വരാം. അപ്പോൾ അതും കൂടിയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടിയും വാച്ച് ചെയ്തിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ നോക്കുക. ഇതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇവൻ്റെ കാണിക്കാം. പിന്നെ ഇവൻ്റെ ത്രെഡ് മില്ലിലൊക്കെ ഓടണം എന്നൊക്കെ ഇവൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് നോക്കാം. പെട്ടെന്ന് തന്നെ അതൊക്കെ അത് എല്ലാം ഒരു ദിവസം 2 ദിവസത്തെ ഫൗണ്ടേഷനുകളാണ്, അതിൻ്റെ ഉള്ളിൽ ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ 3ാമത്തെ ദിവസമായിപ്പോഴേക്ക് നോക്കൂ, ഡോഗിൻ്റെ ഡ്രൈവ് നല്ല രീതിയിൽ തന്നെ കൂടിയുണ്ട്. ഇതിപ്പോൾ കടിയും കിട്ടി. അപ്പോൾ അത്രത്തോളം നല്ല രീതിയിൽ വന്നു. ഇപ്പോൾ ഞാൻ കണ്ട ജോ ടെസ്റ്റ് ചെയ്യുന്ന കണ്ട മൂക്കിൻ്റെ അവിടെ, അതൊക്കെ സെൻസിറ്റീവായിട്ടുള്ള പാട്ടുകൾ, അവിടെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡോഗ് ആ ബൈറ്റ് വിടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം അങ്ങനെ ആ മൂക്കിൻ്റെ അവിടേക്ക് സ്പ്രേ ഒക്കെ അടിപ്പിച്ച് നോക്കും. നമ്മൾ 4th ഡേ പ്രാക്ടീസിങ്ങിലോട്ട് വന്നിരിക്കുക കേട്ടോ. ഈവനിങ് ആണ്. നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു കുറച്ച് പ്ലാൻ മൂഡിലാണ് രണ്ടാളും ചേർന്നറിയുന്നു. കാരണം ഇവരിവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൂടെ എപ്പോഴും സ്ട്രീറ്റ് ഡോഗ്സുകൾ പോകും. അപ്പോൾ അതിലൊരാളുണ്ട്, അവനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് പുള്ളി ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അവനെ സിമ്പിളായിട്ട് വിട്ടിട്ട് അത് റീകോൾ ചെയ്യാൻ നമ്മുടെ അമലിന് പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. അമലിപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോഗ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് എങ്ങനെ അത് റീകോൾ ചെയ്യാം എന്നൊന്ന് കാട്ടി കൊടുക്കുക. ആ ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ ഡോഗ്സ് കൺട്രോൾഡ് ആവാം, പക്ഷേ കുറച്ച് ദൂരം ഡോഗ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഡോഗ് അങ്ങോട്ട് പോകും എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇവിടെ നമുക്ക് റിയലൈസ് ചെയ്യാം. ലീഷൂരി വിട്. Puss എന്ന് പറയും. Puss, sit down, stay, yes, kick, yes. ഇപ്പോൾ ഡോഗ് ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇപ്പോഴും ഡോഗിൻ്റെ ആറ്റിറ്റ്യൂഡിന് ഒരു കുഴപ്പമില്ല. ഡോഗ് സ്മാർട്ടായിരിക്കുന്നു. എന്താണ് നല്ലത്, എന്താണ് പൊട്ട, അതാണ് ക്ലിയർ ചെയ്ത് കൊടുത്തത്. ആ കറക്റ്റ് സമയത്ത് അമലിന് സൗണ്ട് പോലും വന്നില്ലേ, കണ്ട. ആ ഒരു കറക്റ്റായിട്ട് നമ്മളത് കോൺഫിഡൻസോട് കൂടി ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ നോസ് വർക്കിനുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഞാൻ കൊടുത്തത് അവന്, നോസിൽ പിടിച്ചിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ട്രാക്കിംഗ് ആയി കാരണം അധികം ദൂരമില്ല. ഇപ്പോൾ ട്രാക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരേക്കും ബൈ. നോസ് വർക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കൂടുതലുണ്ട്. അതും നമ്മളൊരു 20 ഡേയ്സിൽ
ഈ പരിപാടി അവസാനിപ്പിക്കും. 2 പണി ഒരുമിച്ചാണ് ചെയ്യണത്. പെട്ടെന്ന് തന്നെ അത് അവസാനിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഓഫ് ലീഷിലാണ് കേട്ടോ. ട്രാക്കിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്താണ് സൗണ്ട് ട്രാക്ക് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.